വർഷക്കാലങ്ങളിൽ ഉണ്ടായ പുരോഗതി വരുന്ന 1 വർഷക്കാലം കൊണ്ട് നേടിയെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന തരത്തിലുള്ള ആധുനിക ടെക്നോളജികളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നൂതന ടെക്നോളജികൾ, നിരവധി ടെക്നോളജികൾ നമുക്കിടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതോടൊപ്പം തന്നെ മെറ്റാവേഴ്സ്, ബ്ലോക്ക് ചെയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, മെഷീൻ ലേണിംഗ്, ഇങ്ങനെ ടെക്നോളജികൾ അടക്കി വാഴുന്ന ഈ നവീന കാലഘട്ടത്തിൽ നൂതന ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യൻ ചെയ്യുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ റോബോട്ടുകളെ ഉപയോഗിച്ച് നടത്തുവാൻ സാധിച്ച ഈ നവയുഗത്തിൽ പെൽവിൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന മൾട്ടിപർപ്പസ് NFT ടോക്കൺ ദ ഫ്യൂച്ചർ ഓഫ് മണി എന്ന് വിശേഷിപ്പിക്കുന്ന PVC മെറ്റയുമായി ബന്ധപ്പെട്ട 2 പ്രോസസ്സുകൾ, സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ് എന്നീ 2 പ്രോസസ്സുകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതാകുന്ന ആനുകാലിക പ്രസക്തിയുണ്ട്. ഇതിലേക്ക് കടന്നു വരുന്ന ഏതൊരു സാധാരണക്കാരനെയും പാർട്ട്ണറായി അംഗീകരിച്ചുകൊണ്ട് നാൾ ചെല്ലുംതോറും ധനികനായി മാറുവാനും അളവറ്റ സമ്പത്തിന്റെ ഉടമകളാക്കി അദ്ദേഹത്തെ മാറ്റുവാനും സഹായിക്കുന്ന സീഡ് ഫണ്ടിങ് 2022 ജൂലൈ 28 ലോഞ്ച് ചെയ്തപ്പോൾ ഈ സിസ്റ്റം വീണ്ടും നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ 85 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ ഹിസ്റ്ററിയും ട്രാൻസാക്ഷൻസും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുകയും അതെല്ലാം പ്രദർശിപ്പിക്കുകയും ചെയ്ത ഒരു സിസ്റ്റമാണെന്ന് നമ്മൾ പറഞ്ഞു. ശേഷം 7 കൊല്ലത്തിന് ശേഷം PVC മെറ്റാ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്ന വേളയിൽ തീർച്ചയായിട്ടും സിസ്റ്റം വീണ്ടും നമ്മളെ ഞെട്ടിച്ചു ശരിക്കും. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, കളക്ട് ചെയ്ത മുഴുവൻ തുകയും കസ്റ്റമേഴ്സിലേക്ക് തിരിച്ചു കൊടുത്ത സിസ്റ്റമാണ് പെൽവിൻ ഇന്റർനാഷണൽ. അങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുത്ത സിസ്റ്റമാണ് പെൽവിൻ ഇന്റർനാഷണൽ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2015 നവംബർ ഈ 2022 ജൂലൈ 28 ശരിക്കും PVC മെറ്റയായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം ഇവർ ഓപ്പൺ ചെയ്യുന്നത്, സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. ഈ ഒരു അവസരത്തിൽ സിസ്റ്റത്തിന്റെ കയ്യിൽ കളക്ട് ചെയ്ത പണമില്ല എങ്കിൽ കൂടിയും ഓരോ വാലറ്റ് ഹോൾഡേഴ്സും ആ വാലറ്റ് വാങ്ങാൻ വേണ്ടി എത്ര DP ആണ് ചെലവാക്കിയത്, അല്ലെ എത്ര രൂപയാണ് ചെലവാക്കിയത്, അതിന്റെ ഇരട്ടി തുകയ്ക്ക് തുല്യമായിട്ടുള്ള DP ഓരോ വാലറ്റ് ഹോൾഡേഴ്സിന്റെയും അക്കൗണ്ടുകളിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഈ സിസ്റ്റം ഈ 85 ലക്ഷം ആളുകളെയും അവരുടെ 2ാമത്തെ ബിസിനസ് സെഗ്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 15,000 കോടി രൂപയോളം തങ്ങളുടെ റിസർവ് ഫണ്ടിൽ നിന്ന് ഈ സിസ്റ്റം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷെ സിസ്റ്റം പ്രോഫിറ്റിലേക്ക് പോയിട്ടില്ല. സിസ്റ്റത്തിന്റെ ഇൻവെസ്റ്റ്മെന്റോ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ശരിക്കും ഈ ഒരൊറ്റ കാര്യം മാത്രം മതി ഈ സിസ്റ്റത്തിന്റെ ക്രെഡിബിലിറ്റിയും വിശ്വാസ്യതയും പൊട്ടൻഷ്യലും ഒക്കെ ഉൾക്കൊള്ളാൻ. അപ്പോ പെൽവിൻ ഇന്റർനാഷണൽ ഒരു തട്ടിക്കൂട്ട് സംവിധാനമല്ല. പെൽവിൻ ഇന്റർനാഷണൽ തലമുറകളായി നിലനിൽക്കുന്ന ഒരു സൂപ്പർ സിസ്റ്റമാണ്. നമുക്ക് വിശ്വാസത്തിലെടുക്കാവുന്ന, അതിനോടൊപ്പം യോജിച്ചു നിന്നാൽ നമ്മുടെ തലവര മാറ്റിമറിക്കാൻ തക്ക പൊട്ടൻഷ്യലുള്ള സിസ്റ്റമാണ് ശരിക്കും പെൽവിൻ ഇന്റർനാഷണൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഇനിയത്തെ സെക്ഷൻ തീർച്ചയായിട്ടും നമ്മൾ വളരെ സീരിയസോടുകൂടി കേൾക്കണം. കാരണം നമുക്ക് ഉറച്ചു നിന്നുകൊണ്ട് ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന, തലമുറകളായി സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനാണ് ശരിക്കും നമ്മൾ ഇവിടെ കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കണം PVC മെറ്റയുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രോസസ്സുകളുടെ പ്രത്യേകതയുണ്ട്, സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. അതോടൊപ്പം തന്നെ PVC മെറ്റ എത്രമാത്രം ടോട്ടൽ സപ്ലൈ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. PVC മെറ്റയുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 1.5 ബില്യൺ ആണ്. എന്ന് വെച്ചാൽ 150 കോടിയാണ് PVC മെറ്റയുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. ശരിക്കും ഇതിന്റെ 80% സിസ്റ്റം തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇനി PVC മെറ്റയുടെ പ്രത്യേകത എന്താണ്? ഈ ആധുനിക ടെക്നോളജികളെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഈ നവീന ടെക്നോളജികളെല്ലാം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത, അതിലെല്ലാം ഉപയോഗിക്കാനായിട്ടുള്ള ദ ഫ്യൂച്ചർ ഓഫ് മണി, ഭാവിയുടെ പണം എന്ന് വിശേഷിപ്പിക്കുന്ന PVC മെറ്റ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കോൺട്രാക്റ്റുകൾ ഈ സിസ്റ്റത്തിന് ചെയ്യാൻ വേണ്ടി കഴിയും. കാരണം ഈ 150 കോടി ടോട്ടൽ സപ്ലൈ ഉള്ളതിന്റെ 80% ഈ സിസ്റ്റം തന്നെ ഹോൾഡ് ചെയ്യുന്നു. അപ്പം അതിൽ നിന്ന് നിരവധി കോൺട്രാക്റ്റുകൾ സിസ്റ്റത്തിന് ഏർപ്പെടാൻ വേണ്ടി കഴിയുന്നു. ഇതിൽ നിന്ന് വലിയൊരു ലാഭം ഈ സിസ്റ്റത്തിന് ലഭിക്കുന്നുണ്ട്. ബാക്കിയുള്ള വരുന്ന 20% ഈ സിസ്റ്റം ഔട്ട്സൈഡിലേക്ക് കൊടുക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മളൊക്കെ വാങ്ങുന്നത്. ഇനി സീഡ് ഫണ്ടിങ് നമ്മൾ ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മളുടെ സ്വന്തം ട്രസ്റ്റ് വാലറ്റിലോ മെറ്റാമാസ്ക് വാലറ്റിലോ ആണ്.
നമുക്കറിയാം ഒരു ടെസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ ഒക്കെ നമുക്ക് ആപ്പ് സ്റ്റോർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ യൂസ് ചെയ്തിട്ടോ നമുക്ക് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. എന്താണ് ആ വാലറ്റുകൾക്കുള്ള പ്രത്യേകത? അതൊരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വാലറ്റാണ്. മാത്രവുമല്ല, നമ്മൾ ഈ വാലറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു 12 രഹസ്യ വാക്കുകൾ ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട്. അത് ഓരോരുത്തർക്കും കിട്ടുന്ന ഡിഫറെന്റ് ആയിരിക്കും. മീൻസ് 1 കോടി ആൾക്കാർ ഒരേ സമയത്ത് ഈ വാലറ്റ് ഡൗൺലോഡ് ചെയ്താൽ ഈ 1 കോടി ആൾക്കാർക്ക് ലഭിക്കുന്ന 12 രഹസ്യ വാക്കുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഇത് അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയൂ, ഈ വാലറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയൂ. അപ്പൊ നമ്മുടെ സ്ഥിതിയിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മളാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ 12 സീക്രട്ട് ഫ്രേസുകൾ നമുക്ക് മാത്രമാണ് അറിയാവുന്നത്, നമുക്ക് മാത്രമാണ് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിലുള്ള വാലറ്റിനകത്താണ് നമ്മൾ എന്ത് മേടിച്ചു വെക്കുന്നത്? PVC മെറ്റ നമ്മൾ വാങ്ങി നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളുടെ ഫണ്ട് വേറെ എങ്ങോട്ടും പോകുന്നില്ല. നമ്മുടെ ഫണ്ട് നമ്മുടെ കയ്യിൽ തന്നെ, നമ്മൾ കസ്റ്റോഡിയനായിട്ട്, നമ്മൾ അതിന്റെ കൺട്രോളറായിട്ട് നമ്മുടെ വാലറ്റിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ സിസ്റ്റത്തിന്റെ കാര്യത്തില് ആദ്യത്തെ സെക്ഷൻ, സീഡ് ഫണ്ടിംഗ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് നമ്മൾ ഈ സിസ്റ്റത്തിനോടൊപ്പം യോജിച്ച് നിന്നുകൊണ്ട് കടന്നു വരുമ്പോൾ ഈ സിസ്റ്റം നമുക്ക് നൽകുന്ന മറ്റൊരു ആനുകൂല്യമുണ്ട്. ഈ PVC മെറ്റയുടെ പാർട്ട്ണറായിട്ട് നമ്മളെ അംഗീകരിക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, അങ്ങനത്തെ ഒരു അവസ്ഥ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഹ്യൂജ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് പാർട്ട്ണറായിട്ട് ഏതൊരു കമ്പനിയും സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സിസ്റ്റം അങ്ങനെയല്ല. ഇവിടെയുള്ള ഏതൊരു സാധാരണക്കാരനും ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരാം. ഇപ്പോഴത്തെ ഈ ഒരു അവസരത്തിൽ ആര് കടന്നു വന്നാലും ഈ സിസ്റ്റത്തിന്റെ പാർട്ട്ണറായിട്ട് മാറുന്നു. അങ്ങനെ പാർട്ട്ണറായിട്ട് മാറുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും സിസ്റ്റത്തിന്റെ ബിസിനസിന്റെ ലാഭവിഹിതം വാങ്ങാൻ അർഹതയുണ്ട്. അതാണ് സിസ്റ്റം പിറ്റേ ദിവസം തൊട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? സീഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ 1000 PVC മെറ്റ വാങ്ങി നമ്മുടെ വാലറ്റിൽ നമ്മൾ സൂക്ഷിക്കുന്നു. അതിനുശേഷം PVCmeta.io എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിലേക്ക് നമ്മൾ ഈ വാലറ്റിനെ ലിങ്ക് ചെയ്യുന്നു. അതാണ് സിസ്റ്റമായിട്ടുള്ള ആ വാലറ്റിന് ഉണ്ടാകുന്ന ബന്ധം എന്ന് പറയുന്നത്. പക്ഷെ സിസ്റ്റത്തിനും അതിനകത്ത് ഒന്നും എടുത്തുകൊണ്ട് പോകാൻ കഴിയത്തില്ല. കാരണം എന്താണ്? ഈ വാലറ്റ് ഓപ്പൺ ചെയ്യണ്ടേ? ഈ വാലറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ 12 വാക്കുകൾ സിസ്റ്റത്തിന് അറിയില്ലല്ലോ. നമ്മളല്ലേ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിസ്റ്റത്തിന് അത് അറിയാനായിട്ടുള്ള വേറെ മാർഗത്തിന്റെ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മുടെ വാലറ്റിൽ ഈ 1000 PVC മെറ്റ സൂക്ഷിക്കുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് ഈ സിസ്റ്റത്തിന്റെ ലാഭത്തിൽ നിന്ന് ഒരു 0.20% വെച്ച് നമുക്ക് പിറ്റേ ദിവസം മുതൽ റിട്ടേൺ ആരംഭിക്കുന്നത്. നമ്മളിവിടെ 1000 PVC മെറ്റയാണ് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത്. അതിന്റെ 0.20 കണക്കാക്കിയാൽ 2 PVC മെറ്റ ഒരു ദിവസം വരും. ആ 2 PVC മെറ്റ വെച്ചിട്ട് നമുക്ക് 1000 ദിവസം ഈ സിസ്റ്റം റിട്ടേൺ തരികയാണ്. അപ്പൊ ആ 2 മെറ്റയ്ക്കകത്ത് നമ്മുടെ മുതലുണ്ട്, അതോടൊപ്പം സിസ്റ്റത്തിന്റെ ലാഭമുണ്ട്. അപ്പൊ നമ്മൾ പണം മുടക്കിയത് 1000 മെറ്റയ്ക്കാണ്. പക്ഷെ സിസ്റ്റം എന്ത് ചെയ്യും? 2 മെറ്റ വെച്ച് നമുക്ക് 0.20 ഒരു ദിവസം കണക്കാക്കി 2 മെറ്റ വെച്ചിട്ട് നമുക്ക് 1000 ദിവസം തരുമ്പോൾ നമുക്ക് ടോട്ടൽ 2000 മെറ്റ ലഭിക്കും. ഈ 2000 മെറ്റ എന്ന് പറയുമ്പോൾ ഇതിൽ 1000 മെറ്റയ്ക്ക് മാത്രമേ നമ്മൾ പണം മുടക്കിയിട്ടുള്ളൂ. അപ്പൊ വാങ്ങിയതിന്റെ ഇരട്ടി എണ്ണം ഈ സിസ്റ്റം നമ്മുടെ വാലറ്റിലേക്ക് നൽകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ഒരു ഗുണം എന്താണ്? നമുക്കറിയാം PVC മെറ്റ എന്ന് പറയുന്ന ഒരു NFT ടോക്കൺ, നോൺ ഫഞ്ചബിൾ ടോക്കൺ ആണ്. ക്രിപ്റ്റോ കറൻസിയുടെ ഒരു വകഭേദമാണ്. അത് ക്രിപ്റ്റോ കറൻസിയേക്കാൾ കൂടുതൽ യൂസേജുകളുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇതിന്റെ വില കൂടുകയോ കുറയുകയോ ഒക്കെ ആവാം. പക്ഷേ ഇവിടെ നമുക്ക് വില കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താൽ പോലും ശരി, നമുക്ക് കിട്ടാനുള്ള പ്രോഫിറ്റിന്റെ കാര്യത്തിനകത്ത് ഒരു പ്രശ്നത്തിന്റെ കാര്യങ്ങളും വരുത്തില്ല. കാരണം എന്താണ്? നമ്മൾ 1000 PVC മെറ്റയ്ക്ക് പണം മുടക്കിയെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സിസ്റ്റം നമുക്ക് 2000 PVC മെറ്റ നമ്മുടെ ഭാഗത്തേക്ക് നൽകുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു പ്രോസസ് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി നമുക്ക് ടോട്ടൽ വേണ്ടി വരുന്നത് ഒരു 5000 രൂപയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി വരുന്നത്. അങ്ങനെ 5000 രൂപ നമ്മൾ മുടക്കി 1000 PVC മെറ്റ നമ്മൾ വാങ്ങി നമ്മളുടെ ഈ വാലറ്റിൽ, നമ്മുടെ കൺട്രോളിലുള്ള വാലറ്റിൽ നമ്മൾ സൂക്ഷിച്ചു. അതോടൊപ്പം തന്നെ PVCmeta.io എന്ന് പറഞ്ഞ ഡൊമൈനിലേക്ക് അതിനെ ലിങ്ക് ചെയ്തു. പിറ്റേ ദിവസം തൊട്ട് സിസ്റ്റം വർക്ക് ആരംഭിക്കുന്നു. 0.20 കണക്കാക്കുന്നു. 2 PVC മെറ്റ വെച്ചിട്ട് 1000 ദിവസക്കാലം നമ്മളിലേക്ക് തരുന്നു. ആ കോൺട്രാക്ട് അവിടെ അവസാനിക്കുന്നു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് 1000 PVC മെറ്റ മേടിച്ച് വീണ്ടും നമുക്ക് സീഡ് ഫണ്ടിങ്ങിലേക്ക് ഇടാം. അത് വീണ്ടും അടുത്ത 1000 ദിവസക്കാലത്തേക്ക് റൺ ചെയ്യുന്നുണ്ടാവും. എന്നാൽ നമുക്കൊരു ആഗ്രഹം എന്താണ്? നമുക്കിത് ഈ 1000 ദിവസം വരെ കാത്തിരിക്കാതെ നമുക്ക് അതിനകത്ത് ഈ 2000 മെറ്റ നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി കഴിയോ? തീർച്ചയായും കഴിയും. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളോട് സിസ്റ്റം പറയുന്നു, നിങ്ങൾ ഈ പറയപ്പെടുന്ന സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുക.
ഈ പറയപ്പെടുന്ന സിസ്റ്റത്തെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിനൊരു അവസരം നിങ്ങളുടെ മുമ്പാകെ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു വ്യക്തി ഒരു 5000 രൂപയുടെ കാര്യത്തിനകത്ത് എന്ത് ചെയ്തു, 1000 PVC മെറ്റ മേടിച്ചു, സിസ്റ്റത്തിൽ വെച്ചു, പിറ്റേ ദിവസം മുതൽ 2 മെറ്റ വെച്ച് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്, 1000 ദിവസം തുടരുന്നു. ഇദ്ദേഹം ഒരു 20 ആളുകളെ എന്ത് ചെയ്തു, ഈ 5000 രൂപയുടെ കാര്യങ്ങൾക്കകത്ത് വെച്ചിട്ട് 1000 PVC മെറ്റ വീതം മേടിച്ച് അവരവരുടെ വാലറ്റുകളിൽ വെപ്പിച്ചു. കാരണം എന്താണ്, ആ വാലറ്റ് ഒരിക്കലും ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിക്ക് പോലും തുറന്നു നോക്കാൻ പറ്റില്ല. കാരണം അതിന്റെ 12 സീക്രട്ട് ഫ്രൈസ് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, അവരവരുടെ വാലറ്റുകളിൽ വെച്ചു, pvcmeta.io എന്ന് പറഞ്ഞ ഡൊമൈനിലേക്ക് ഇതിനെ ലിങ്ക് ചെയ്തു. അപ്പൊ അവർക്കും സിസ്റ്റം പിറ്റേ ദിവസം തൊട്ട് 0.20 വെച്ചുള്ള 2 മെറ്റ വെച്ച് 1000 ദിവസം കൊടുക്കും. അത്തരത്തിലൊരു 20 പേരെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ, ഇതൊരു എക്സാമ്പിൾ ആണ്, സാധിച്ചുവെങ്കിൽ ഈ 20 പേർ കൂടെ ചേർന്ന് 40 മെറ്റ ഇറങ്ങുന്നുണ്ടാവും. ആ 40 മെറ്റ വരുന്നതിന്റെ 20% ഈ സ്പോൺസർക്കും സിസ്റ്റം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നോക്കൂ, ആ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഒരു 8 മെറ്റ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു അവസ്ഥ. 30 ദിവസം ആയപ്പോഴോ 24 240 മെറ്റ നമുക്ക് ടോട്ടലി കിട്ടി. നമുക്ക് സ്വന്തമായിട്ട് 2 മെറ്റ വെച്ച് തരുന്നുണ്ടല്ലോ, അപ്പൊ അതൊരു 60 മെറ്റ ഉണ്ടല്ലോ, 300 മെറ്റയായി. നോക്കൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഈ സിസ്റ്റം തരേണ്ട മെറ്റ എത്രയാണ്? 2000 PVC മെറ്റയാണ് തരേണ്ടത്, 2000 NFT ആണ് നമുക്ക് തരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ 2000 NFT നമുക്ക് ലഭിക്കുവാൻ നമുക്ക് എത്രമാത്രം സമയം വേണ്ടി വരും? 7 മാസം വേണ്ട ഫ്രണ്ട്സ്. ശരിക്കും 33.5 മാസം കൊണ്ട് നടക്കേണ്ട ആ പ്രക്രിയ ഒരു 20 ആൾക്കാരെ കണക്ട് ചെയ്യുന്നതിന്റെ പേരിൽ നമുക്ക് 7 മാസം കൊണ്ട് അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നു. ഇനി നമ്മൾ അങ്ങനെ അനുഭവിച്ചു എന്ന് നമ്മുടെ താഴെ വന്ന 20 പേർക്ക് മനസ്സിലായാൽ അവരെന്തായിരിക്കും ചെയ്യുക? അവരും ഇങ്ങനെ ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരും ആഗ്രഹിക്കത്തില്ലേ? സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ഓരോരുത്തരും ഒരു 20 പേരെ വീതം ഇത് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചാലോ തീർച്ചയായിട്ടും 400 സീഡ് ഫണ്ടിങ്ങിലേക്ക് ആളുകൾ അവിടെ കടന്നിട്ടുണ്ടാവും. അവർക്ക് എല്ലാവർക്കും 2 മെറ്റ വെച്ചുള്ള കാര്യങ്ങൾക്കകത്തുണ്ട്. ടോട്ടൽ 800 മെറ്റ ആ സെക്ഷന്റെ ഭാഗത്തായിട്ട് ഇറങ്ങുന്നുണ്ടാവും. അതിന്റെ 19% നമുക്കും കിട്ടും. അപ്പൊ എന്താ ഗുണം? നേരത്തെ നമ്മൾ 7 മാസം വേണ്ടാന്ന് പറഞ്ഞു. ഈ ഒരു സ്റ്റെപ്പ് കൂടെ കവർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു 3 മാസം പോലും വേണ്ട നമുക്ക് 2000 മെറ്റയുടെ കാര്യങ്ങൾ കിട്ടാൻ. തുടർന്ന് താഴോട്ടുള്ള സ്റ്റെപ്പുകൾ 20 ലെവലുകളിൽ നിന്ന് വരെ നമുക്കിങ്ങനെ സ്പീഡ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ തന്നിരിക്കുകയാണ്. 100% സ്പീഡ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതാണ് സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ പാർട്ടെങ്കിൽ, സീഡ് ഫണ്ടിങ് എങ്കിൽ.